താങ്കൾ ഈ സിനിമയെ മാത്രം ലക്ഷ്യം കണ്ടുവന്ന ഒരാളാണോ? ഞാൻ ആദ്യം ഒരു ഡെന്റിസ്റ്റ് ആയിരുന്നു. അപ്പം അതിൽ ഞാൻ ഹാപ്പിനെസ് കണ്ടുപിടിക്കാത്തതുകൊണ്ടാണ് ഞാൻ മോഡലിംഗിലേക്ക് തിരിഞ്ഞത്. അത് മൈ ഏർലി സ്റ്റേജസ് ഓഫ് ദ മോഡലിംഗ് വെൻ ഐ ലെഫ്റ്റ് എവറിത്തിങ്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അതെല്ലാം വിട്ടിട്ട് ഞാൻ നേരെ ബോംബെക്ക് പോയി. അപ്പോൾ ടിൽ ദെൻ കേരളത്തിൽ ജനിച്ച് കേരളത്തിൽ വളർന്ന് ഇപ്പോഴും ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്കൊരു എനിക്കൊരു ഒരു എക്സാമ്പിളായിട്ട് ആരുമില്ലായിരുന്നു. അതായത് മലയാളി മോഡൽസ് അപ്പോഴും ബോംബെയിൽ ഉണ്ടായിരുന്നു. അത് പക്ഷേ അവർ NRI മോഡൽസ് ആണ്. ഗോട്ട് ഇറ്റ്. ഇവിടുത്തെ ഒരു കൾച്ചറിൽ നിന്നും ഫുൾ ജീവിച്ചതിന് ശേഷം പോയിട്ടുള്ളവരില്ലായിരുന്നു. അപ്പോൾ എൻ്റെ സ്ട്രഗ്ലിംഗ് പീരീഡ് കൂടുതലായിരുന്നു. എന്നെ ആകെ ഒരാൾ ഒന്നാണ്ട് സഹായിച്ചിട്ടുള്ളൂ. നൺ ഓഫ് ദം ബൈ മോഡൽസ്. അല്ലാതെ ഒരാൾ മാത്രമേ സഹായിച്ചിട്ടുള്ളൂ. ആ സമയം അവിടെ പോയി നിന്ന് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് മോഡലായത്. എനിക്കൊരു 1 കൊല്ലത്തോളം നല്ല സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ടായിരുന്നു. പിന്നെ സ്ലോലി ഐ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് വർക്ക്. അന്നത്തെ കാലത്ത് ഇഫ് യു ഹാവ് ഡൺ ലാക്മേ ഫാഷൻ വീക്ക് യു ഹാവ് അറൈവ്ഡ്. അതായത് ഇന്നത്തെ പോലത്തെ അന്ന് എല്ലാ ടൗണിലും ഫാഷൻ വീക്കുകളൊന്നും ഇല്ല. ഇന്ത്യയിൽ 2 മേജർ ഫാഷൻ വീക്സേ ഉള്ളൂ. ഒന്ന് വിൽസ് ഫാഷൻ വീക്ക്, ഒന്ന് ലാക്മേ ഫാഷൻ വീക്ക്. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ഹാവ് അറൈവ്ഡ്.